ഹായ് പ്രിയമുള്ളവരെ, ഞങ്ങളെ കരുനാഗപ്പള്ളിക്കാരുടെ കല്യാണ വീട്ടിലെ പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക നിറവും രുചിയൊക്കെയുണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പിടുക, പഞ്ചസാര ഇടുക, എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കുക. ആവടി മൈദയാണ് എടുത്തിട്ടുള്ളത്. നല്ല മൈദയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട കിട്ടും. ഇന്ന് 3 ചാക്ക് മൈദയ്ക്ക് പൊറോട്ട അടിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം 1 ചാക്ക് മൈദയാണ് കുഴയ്ക്കാൻ പോകുന്നത്. നല്ലതുപോലെ മിക്സാക്കി ഇടിച്ച് കരടൊക്കെ ഉടച്ചെടുക്കണം. നമ്മൾ നല്ലതുപോലെ ഈ കുഴച്ചെടുക്കുന്നത് പോലെ ഇരിക്കും പൊറോട്ടയുടെ സോഫ്റ്റ്. കുഴച്ചെടുത്ത മാവ് ഡെസ്കിൻ്റെ പുറത്തിട്ട് നല്ലതുപോലെ അയച്ചെടുക്കണം. അയച്ചെടുക്കൽ ഇച്ചിരി മെനക്കെട്ട പണിയാ, മല്ലന്മാരുടെ പണിയാ. 2 മല്ലന്മാരയക്കുന്നത് കണ്ടില്ലേ? മാവ് അഴഞ്ഞു വന്നാൽ ഉരുട്ടി വലിയ ബോളാക്കി വെക്കണം. ഒരു അരമണിക്കൂർ നേരം വെക്കണം. 50 കിലോ മാവുണ്ട്. എല്ലാം നല്ലതുപോലെ പുളിച്ചു വന്നിട്ടുണ്ട്. ഇനി ചെറിയ ബോളാക്കി പിടിക്കാം. ചെറിയ ബോളാക്കിയ ശേഷം മൈദാപ്പൊടി, പാം ഓയിൽ, ഡാൽഡ ഇത് 3ഉം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂർ വെക്കണം. ഇത് മിക്സ് ചെയ്യുന്നത് നല്ല ഇതള് കിട്ടാൻ വേണ്ടിയാണ്, ലീഫായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നാണ് ഈ പൊറോട്ടയുടെ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് കിടക്കുന്നത്. പൊറോട്ട വീശക്കം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണിത്. കാണാൻ കൗതുകകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് പൊറോട്ട വീശിയെടുക്കൽ. വീശി ചുറ്റി പിന്നെ ഒരു അരമണിക്കൂർ വെച്ച് പുളിപ്പിക്കണം. പൊറോട്ടക്കല്ല് നല്ല ചൂടായി തിളച്ച് വന്നാൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറേശ്ശെ തട്ടിയിട്ട് ചുട്ടെടുക്കാം. ഇതാണ് ഞങ്ങളുടെ കരുനാഗപ്പള്ളിക്കാരുടെ അടിപൊളി പൊറോട്ട.